ഇത് നമ്മുടെ ആദ്യത്തെ ഒരു എപ്പിസോഡാണ്. ഇതിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി, ഓംനി പ്രസന്റ് എന്നൊരു സംഗതി, സർവവ്യാപി എന്നൊരു സംഗതി കേട്ടിട്ടുണ്ടോ? എന്നാൽ നമുക്കിതൊരു ശകലം പ്രായോഗിക രീതിയിലൊന്ന് പരിശോധിച്ച് നോക്കാം. കണ്ണ് തുറന്ന് ആ ഇരിക്കുന്ന മുറിയിൽ എല്ലായിടും ഒന്ന് നോക്കിക്കേ. കണ്ടല്ലോ, കുറേ സാധനങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇനി പതിയെ കണ്ണ് തുറക്കൂ. ഇപ്പം നോക്കൂ, നേരത്തെ കണ്ട സാധനത്തിനെക്കാട്ടി കൂടുതൽ വല്ല സാധനങ്ങളും ഉണ്ടോ? ഇല്ല. കണ്ണ് അടച്ചപ്പോഴെന്ത് കണ്ടു? എനിക്കറിയാം, ഇരുട്ടേ കണ്ടുള്ളൂ, കണ്ടത് ഇരുട്ടേ ഉള്ളൂ. പക്ഷേ ഇരുട്ടിലും വെളിച്ചത്തിലും നമ്മുടെ കൂടെ ഇരിക്കുന്ന സർവ്വവ്യാപിയായ ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരനെ നമുക്ക് അനുഭവേദ്യമാകുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം കാണാൻ വയ്യാത്തതിനെ കാണാതിരിക്കുന്നതും കേൾക്കാൻ വയ്യാത്തതിനെ കേൾക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സർവ്വവ്യാപിയായ ഈശ്വരൻ്റെ ആബ്സെൻസ് ആണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വളരെ ശാന്തമായിട്ട് മനസ്സിനെ ശാന്തമാക്കുകയാണെങ്കിൽ, ദീർഘമായിട്ട് വായിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് ഒന്നുകൂടെ കണ്ണ് തുറന്ന് നോക്കുക. നമുക്കൊന്നും എക്സ്ട്രാ കാണാനൊക്കെ ഇല്ല, പക്ഷേ നമുക്ക് എന്തോ ഒരു പ്രത്യേകത നമുക്ക് അനുഭവപ്പെടും. എന്തോ ഒരു പ്രസൻസ്, ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാവും. വെളിച്ചത്തിലും ഇരുട്ടിലും നമുക്ക് മനസ്സിലാകുന്നത്, നമുക്ക് അനുഭവേദ്യമാകുന്നത് ഈ സർവ്വവ്യാപിയായ സർവജ്ഞാനിയായ സർവശക്തനായ ഈശ്വരൻ്റെ സാന്നിധ്യമാണ്. നമ്മൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരനെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിനെ പറ്റി നമ്മൾ വിശേഷിപ്പിക്കുന്നത് ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിനെ കാണാൻ സാധിക്കും. അതിനുള്ള കഴിവ് നമുക്കുണ്ടാകണമെങ്കിൽ മനസ്സ് ശാന്തമാക്കണം. അടുത്ത സെഷൻസ് വരുമ്പോൾ നമുക്ക് മനസ്സ് എങ്ങനെയാണ് ശാന്തമാക്കേണ്ടത്, എങ്ങനെയാണ് ഈശ്വര സാന്നിധ്യം മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞാൻ അടുത്ത സെഷനിൽ അതെങ്ങനെ സാധ്യമാകും, എങ്ങനെ മനസ്സിനെ നിശബ്ദതയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞാനത് പഠിപ്പിക്കാം അടുത്ത സെഷനിൽ.